ഹലോ ഫ്രണ്ട്സ്, ഞാൻ സയസ് ചെയ്ത് അപ്പോൾ പുതുപുത്തൻ വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യയിൽ ആഡ് ചെയ്യാൻ പറ്റിയ കുറച്ച് അടിപൊളിയായിട്ടുള്ള സൂപ്പർ കാർസാണ്. അതായത് നമ്മുടെ ടൊയോറ്റയുടെ സൂപ്പർ, അതേപോലെ തന്നെ നിസാൻ്റെ GT, അത് അങ്ങനെ കുറച്ച് നല്ല ക്വാളിറ്റിയുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സൂപ്പർ കാർസാണ് നമ്മൾ ഇന്ന് വീഡിയോയിൽ കാണിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വേറെ കുറേ വീഡിയോസ് നമ്മൾ ബസ് സിമുലേറ്ററിൻ്റെ ചെയ്തിട്ടുണ്ട്. അതൊക്കെ നമ്മുടെ ബസ് സിമുലേറ്റർ ഇന്തോനേഷ്യ എന്ന പ്ലേലിസ്റ്റിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സൂപ്പർ കാർസാണ് കാണിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയ്ക്ക് ഇറക്കുന്ന ചാനൽ ആദ്യം കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണത് നോട്ടിഫിക്കേഷൻ എവിടെ. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ സുപ്രയാണ്, നമ്മുടെ ടൊയോറ്റയുടെ സുപ്ര. അപ്പോൾ ഇന്ത്യയിലൊക്കെ അത്യാവശ്യം നല്ല ഡീറ്റെയിലിംഗ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ പുറത്തുനിന്നുള്ള ലുക്ക് ഇതാണ്. ഇങ്ങനെ പലതരം ഗ്രാഫിക്സുകളുണ്ട്, പലതരം കളറുകളുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സുപ്ര. അപ്പോൾ ഈ വണ്ടികളൊക്കെ അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഞാൻ ലാസ്റ്റ് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഫസ്റ്റത്തെ വണ്ടി. അപ്പോൾ ഇനി നമ്മുടെ രണ്ടാമത്തെ വണ്ടി ഏതാ നമുക്ക് നോക്കാം. നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് നമ്മുടെ നിസാൻ്റെ GT, അതാണ്. അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ലുക്കാണുള്ളത്. അതേപോലെ തന്നെ കളറ് വൈറ്റും അതേപോലെ തന്നെ ബ്ലാക്കും റെഡിൻ്റെ ഒക്കെ ഒരു കോമ്പിനേഷനാണ്. ഇൻറ്റീരിയർ മൊത്തം റെഡാണ്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഇൻറ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇന്ന് ഓടിച്ചിട്ട് അതിൻ്റെ സൗണ്ട് എങ്ങനെ, സ്പീഡൊക്കെ എങ്ങനെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അപ്പോൾ അതായിരുന്നു നമ്മുടെ നിസാൻ GT. അത് അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇൻറ്റീരിയറൊക്കെ അടിപൊളിയായിട്ട്, പിന്നെ അതുപോലെ തന്നെ സൗണ്ടും എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അങ്ങനത്തെ അടിപൊളി സ്പോർട്സ് കാർ നമുക്ക് പെട്ടെന്ന് ആ സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ ഫീൽ ആവും. അങ്ങനത്തെ രീതിയിലുള്ള സൗണ്ട് കൊടുത്തിട്ടുണ്ട്, ശരിക്കും നമ്മുടെ വണ്ടിയുടെ സൗണ്ട് പോലെ തന്നെ. പിന്നെ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ മൂന്നാമത്തെ വണ്ടി ഏതാ നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത വണ്ടി. ഇത് മെക്ലാരൻ്റെ ഒരു വണ്ടിയാണ്. മെക്ലാരൻ P1 എന്നാണ് വണ്ടിയുടെ പേര്. അപ്പോൾ ഇൻറ്റീരിയർ ഇതാണ്. പിന്നെ അതുപോലെ തന്നെ സൈഡിൽ നമ്മുടെ പേര് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് ഇൻറ്റീരിയർ വരുന്നത്. സ്റ്റിയറിംഗ് ഒക്കെ ഒരു നമ്മുടെ റേസിംഗ് കാറിൻ്റെയൊക്കെ സ്റ്റിയറിംഗ് പോലെയാണ്. അപ്പോൾ ഇത് നമുക്ക് എന്തായാലും ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. മെക്ലാരൻ P1 GT, അതാണ്. അതുപോലെ തന്നെ സ്റ്റിയറിംഗ് ഒക്കെ നല്ല നമ്മൾ സാധാരണ കാണാത്ത പോലത്തെ നമ്മുടെ റേസിംഗ് കാറിൻ്റെയൊക്കെ പോലത്തെ സ്റ്റിയറിംഗ് ആണ്. അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ വണ്ടി ആയിരുന്നത്. പിന്നെ നമ്മുടെ അടുത്ത വണ്ടി ഏതാ നോക്കാം. അപ്പോൾ നമ്മുടെ അടുത്ത വണ്ടി എന്ന് പറയുന്നത് പെഗാനിയാണ്. പെഗാനിയുടെ സോണ്ട എന്ന് പറഞ്ഞൊരു വണ്ടിയാണ്. അപ്പോൾ ഇതാണ് ശരിക്കും നല്ല അടിപൊളി വണ്ടിയാണ്. നിങ്ങൾക്ക് കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും ഇത്, പെഗാനിയുടെ സോണ്ട എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ ഇതിൻ്റെ ഇൻറ്റീരിയർ കാണിച്ചു തരാം. അപ്പോൾ ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും ഇതിൻ്റെ ഓടിച്ചിട്ട് ഇതിൻ്റെ സൗണ്ടും സ്പീഡൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇനി നമ്മുടെ ലാസ്റ്റത്തെ വണ്ടി ഏതാ നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു വീഡിയോയിലെ ലാസ്റ്റത്തെ വണ്ടിയാണിത്. ഇത് കോനിസെഗിൻ്റെ വണ്ടിയാണ്. കോനിസെഗിൻ്റെ ജെസ്കോ എന്ന് പറഞ്ഞ വണ്ടിയാണ്. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല അടിപൊളി വണ്ടിയാണ്. അപ്പോൾ ഇൻറ്റീരിയർ ഈ ഒരു രീതിയിലാണ് വരുന്നത്. അപ്പോൾ അതേപോലെ തന്നെ എക്സ്റ്റീരിയർ ഇങ്ങനത്തെ കളറാണ്, വെള്ള കളറിൽ. അതേപോലെ തന്നെ നമ്മുടെ ലോയൊക്കെ അടിപൊളിയായിട്ട്. അപ്പോൾ ഈ ഒരു ലുക്കാണ് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ വീഡിയോയിലത്തെ ലാസ്റ്റത്തെ വണ്ടി. അപ്പോൾ ഇത്രയുണ്ടായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു വീഡിയോ കംപ്ലീറ്റ് വീഡിയോ ഇഷ്ടപ്പെട്ടിലേക്ക് ആ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അതിന് നോട്ടിഫിക്കേഷൻ ഇവിടെ. നിങ്ങളുടെ സംശയം താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ഗുഡ് ബൈ.